അപ്പം ഇതുപോലുള്ള കമ്പനിക്കാർ ഇതിനെക്കാട്ടി നല്ലത്, ഇത് വണ്ടി വിൽക്കുന്നതിനെക്കാട്ടി നല്ലത് പോയിട്ട് കക്കാൻ ഇറങ്ങുന്നതാണ്. ഞാൻ ഇന്ന് എൻ്റെ ഒരു കൊളീഗ് 2019 ഒരു കിയ സോണറ്റ് എടുത്തതിൻ്റെ കഥയാണ് പറയാൻ പോകുന്നത്. അപ്പോൾ പുള്ളിക്കാരൻ നല്ലൊരു വണ്ടി നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ആ കിയ സോണറ്റിൻ്റെ ആ ഒരു പുതിയ ഒരു ഫേസ് ലിഫ്റ്റ് എന്തോ അന്ന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ആ സമയത്ത് നമ്മുടെ ഇവിടെയുള്ള കുറച്ച് ബാംഗ്ലൂരിലുള്ള കുറച്ച് ഷോറൂംസിനെ നോക്കിക്കൊണ്ടിരുന്ന സമയത്ത് അതിനകത്ത് ഒരു ഷോറൂം പറഞ്ഞൊരു കാര്യമുണ്ട്, നമുക്ക് ഒരു UAE സ്പെക്കിലുള്ള ഒരു വണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അത് എടുക്കുവാണെന്നുണ്ടെങ്കിൽ അത് ഓൾറെഡി എന്തോ ഒരു അബദ്ധം പറ്റി ചെന്നൈയിൽ അങ്ങാണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അത് നമുക്കൊരു 20,000 കൂടുതൽ കൊടുക്കുവാണെന്നുണ്ടെങ്കിൽ ആ വണ്ടി എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പുള്ളിക്കാരനെ കൊണ്ട് ഈ ഒരു 20,000 പുള്ളി നോക്കിയപ്പോഴത്തേക്ക് ഇന്ത്യൻ ഒരു സ്പെക്കല്ല, പുറത്തുള്ള സ്പെക്കാണ്. അപ്പോൾ കുറച്ചും കൂടെ ക്വാളിറ്റി ഒക്കെ കാണുമെന്ന് വെച്ച് പുള്ളിക്കാരൻ ഈ വണ്ടിയാണ് വാങ്ങിച്ചത്. അപ്പോൾ ഞാൻ ഈ കഥയെല്ലാം കേൾക്കുന്നത് ഈ ഇടയ്ക്കായിരുന്നു പുള്ളിക്കാരൻ നമ്മുടെ കമ്പനിയിലോട്ട് വന്നത്. അങ്ങനെ ഞാൻ ഈ കഥയെല്ലാം കൂടെ കേട്ടു. അപ്പോൾ ഈ UAE സ്പെക്ക് കിയ സോണറ്റ് എന്ന് പറയുന്നത് ആക്ച്വലി ഒരു 4.2 മീറ്റേഴ്സ് അല്ല, 4.1 മീറ്റേഴ്സിന് അടുത്ത് ഇടയ്ക്കുള്ള ഒരു ലെങ്ത് ഉള്ള ഒരു വണ്ടിയാണ്. ആക്ച്വലി ഇന്ത്യയിൽ 4 മീറ്ററിന് താഴെയുള്ള വണ്ടികൾക്ക് GST ബെനിഫിറ്റ്സ് ഉള്ളതുകൊണ്ട് നമ്മൾ ഈ കിയ സോണറ്റ് ഇവിടെ വിൽക്കുന്നത് 3.995 മീറ്റേഴ്സിനുള്ള ഒരു ലെങ്തിനാണ് ആക്ച്വലി വണ്ടി ഇവിടെ വിൽക്കുന്നത്. പുറത്തൊക്കെ പക്ഷെ ആക്ച്വലി കുറച്ചും കൂടെ നീളമുള്ള ഒരു വണ്ടിയാണ്. അതുകൊണ്ട് തന്നെ ബാക്കിലത്തെ സ്പേസും കാര്യങ്ങളൊക്കെ കുറച്ചും കൂടെ കൂടുതലാണ്, കംഫർട്ട് കൂടുതലാണ്. ഓക്കെ, അപ്പോൾ ഈ വണ്ടി ഞാൻ ഈ ഇടയ്ക്കാണ് കണ്ടത്. അപ്പോഴാണ് ആക്ച്വലി മനസ്സിലായത് ആക്ച്വലി പുള്ളിക്കാരനെ ഈ ഷോറൂംകാർ 20,000 രൂപ വാങ്ങിച്ച് വെറുതെ പറ്റിച്ചത്. ഇത് ആക്ച്വലി ഇന്ത്യൻ സ്പെക്ക് വണ്ടി തന്നെയാണ്.